ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമാ. ഇന്നലെ നമ്മൾ ഉസൂൽ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഉസൂൽ ഫിഖ്ഹിൻ്റെ വിഷയത്തിൽ ധാരാളം കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ വളരെ വിശദമായി അതിൻ്റെ ചർച്ചകളുള്ളതൊക്കെ ഉണ്ട്, വളരെ ചുരുക്കി പറയുന്നതുണ്ട്. അതിൽ വളരെ ചുരുക്കി ആ വിഷയം മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന കിതാബുകളിൽ വളരെ പ്രസിദ്ധമായ ഒന്നാണ് കിതാബുൽ വറക്കാത്ത്. അൽ വറക്കാത്ത് എന്ന് പറഞ്ഞാൽ ഏതാനും പേജുകൾ എന്നാണല്ലോ അതിൻ്റെ നേരാർത്ഥം. എന്ന് വെച്ചാൽ ഉസൂൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു കിതാബാണ്. വളരെ മുഖ്തസറായ ഒരു കിതാബാണ്. ഇതിന് ധാരാളം ഷറഹുകളുണ്ട്. ഈ വറക്കാത്ത് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനിയുടേതാണ്. ഇമാമുൽ ഹറമൈനി ഷാഫി മദ്ഹബിലെ ഉലമാക്കളിൽ വളരെ പ്രധാനിയാണ്, വളരെ പ്രസിദ്ധനുമാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള വലിയ പണ്ഡിതന്മാരുടെ ഉസ്താദാണ്. വലിയ വലിയ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇമാമുൽ ഹറമൈനി രചിച്ചിട്ടുണ്ട്. ഇമാമുൽ ഹറമൈനിയുടെ കിതാബുൻ നിഹായ അത് അതിപ്രധാനപ്പെട്ട ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. എന്ന് വെച്ചാൽ 478 ഇമാമുൽ ഹറമൈനി വഫാത്താകുന്നത്. അതിന് മുൻപ് ഷാഫി മദ്ഹബിൽ രചിക്കപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബുൽ ഉമ്മ മുതൽക്ക് മുസനി ഇമാമിൻ്റെ മുഖ്തസർ, ബുവൈത്ത് ഇമാമിൻ്റെ മുഖ്തസർ തുടങ്ങി ഷാഫി മദ്ഹബിലെ അതിപ്രധാനപ്പെട്ട കിതാബുകൾ, അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ക്രോഡീകരണമാണ് കിതാബുൻ നിഹായ. പിന്നീട് അതിൻ്റെ ശേഷം ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെയും ചെന്ന് ചേരുന്നത് ഈ കിതാബുൻ നിഹായയിലേക്കാണ്, അല്ലെങ്കിൽ അധികവും അങ്ങോട്ടാണ് ചെന്ന് ചേരുന്നത്. എന്ന് വെച്ചാൽ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് ഒരു വഴിത്തിരിവായിരുന്നു ഏത് ഇമാമുൽ ഹറമൈനിയുടെ കിതാബുൻ നിഹായ. ആ കിതാബുൻ നിഹായയെ പിന്നെ ഇമാം ഗസ്സാലി, ഇമാമുൽ ഹറമൈനിയുടെ ശിഷ്യനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ഒന്ന് ചുരുക്കി കിതാബുൽ ബസീത്ത് ഉണ്ടാക്കി, അതിനെ വീണ്ടും ചുരുക്കി കിതാബുൽ വസീത്ത് ഉണ്ടാക്കി, അതിനെ വീണ്ടും ചുരുക്കി കിതാബുൽ വജീസ് ഉണ്ടാക്കി. ഇങ്ങനെ മൂന്നും ഗസ്സാലി ഇമാമിൻ്റെതാണ്. ഇത് മൂന്നും ഈ കിതാബുൻ നിഹായയിലേക്ക് ചെന്ന് ചേരുന്നതാണ്. ആ കിതാബുൽ വജീസിൻ്റെ ഷർഹാണ് റാഫി ഇമാമിൻ്റേത് ഫത്ഹുൽ അസീസ്. അങ്ങനെ പിന്നെ കിതാബുൽ വജീസിനെ ഇഖ്തിസാർ ചെയ്തു മുഹറർ. പിന്നെ കിതാബുൽ മിൻഹാജിന് നവവി ഇമാമിൻ്റെ മിൻഹാജിന് ധാരാളം ഷറഹുകളും താലീഖുകളുമായിട്ട് 100-ലധികം കിതാബുൽ മിൻഹാജുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദീകരണങ്ങളുമായി ബന്ധപ്പെട്ട് കിതാബുകൾ ഉണ്ടാക്കപ്പെട്ടു. ചുരുക്കത്തിൽ ഷാഫി മദ്ഹബിലെ കിതാബുകളുടെ മൊത്തം ഒരു കേന്ദ്രമാണ് കിതാബുൻ നിഹായ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കിതാബുൽ ബുർഹാൻ, ഇമാമുൽ ഹറമൈനിയുടെ ഉസൂലുമായി ബന്ധപ്പെട്ട ഉസൂൽ ഫിഖ്ഹിൻ്റെ തന്നെ മറ്റൊരു ഗ്രന്ഥമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. വളരെ ഏറെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഗഹനമേറിയ ഒരു കിതാബാണ്. അതേ ഇമാമുൽ ഹറമൈനിയുടെ ഒരു കിതാബാണ് ഇപ്പോൾ നമ്മൾ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പഠിക്കാൻ പോകുന്ന കിതാബുൽ വറക്കാത്ത്. വളരെ ചുരുങ്ങിയ ഏടുകൾ മാത്രമാണത് ഉള്ളത്. പക്ഷേ അത് വളരെ പ്രസിദ്ധമായി ധാരാളം പണ്ഡിതന്മാർ അതിന് ഷർഹൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ കിതാബുൽ വറക്കാത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഏതാനും ചില വിഷയങ്ങൾ പ്രാഥമികമായി ഉസൂലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഉസൂൽ ഫിഖ്ഹ് എന്നാൽ എന്താണെന്ന് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. അസ്ലുൽ ഫിഖ്ഹി, ഉസൂൽ ഫിഖ്ഹിൻ്റെ അസ്ലുകൾ എന്നാണല്ലോ. എന്ന് വെച്ചാൽ ഫിഖ്ഹിനെ സ്ഥാപിച്ചിട്ടുള്ളത്, ഫിഖ്ഹിനെ എടുത്തിട്ടുള്ളത് ഈ അസ്ലിൻ്റെ മേലാണ്. അസ്ൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ, ഒരു വീട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു തറ ഉണ്ടാവും. ഈ തറമേലാണ് ആ വീട് നിൽക്കുന്നത്. അപ്പോൾ ഈ തറ അതിൻ്റെ അസ്ലും, ഈ വീട് അല്ലെങ്കിൽ ആ ബിൽഡിങ് പുറത്ത് നിൽക്കുന്നത് അതേതാണ്, അതിൻ്റെ ഫർഉമാണ്. എന്നതുപോലെയാണ് ഫിഖ്ഹ് പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ അഹ്കാമുകളും നിയമങ്ങളൊക്കെയും അതിൻ്റെ അസ്ല്, അത് നിലകൊള്ളുന്നത് ഈ ഉസൂൽ ഫിഖ്ഹിൻ്റെ നിയമങ്ങളുടെ മേലാണ്. ഈ ഒരു ബിൽഡിങ് പോലെയാണ് അപ്പോൾ അതുള്ളത്. ഫിഖ്ഹ് ഫർഉം ഈ നിയമങ്ങൾ അതിൻ്റെ അസ്ലും എന്ന രൂപത്തിൽ. എന്നാൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ മുന്നേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫത്ഹുൽ മീനിലൊക്കെ പറഞ്ഞ വിഷയമാണ്.
അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ അൽ മുക്തസബ് മിൻ അദില്ലത്തിഹ തഫ്സീലിയ. തഫ്സീലിയായ ദലീലുകളിൽ നിന്ന് സമ്പാദിച്ചെടുക്കപ്പെടുന്ന, മനസ്സിലാക്കിയെടുക്കപ്പെടുന്ന ഫിഖ്ഹിൻ്റെ അമലിയായ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ അഹ്കാമുകൾ, ഇതിനാണ് ഫിഖ്ഹ് എന്ന് പറയുക. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഫിഖ്ഹിന് രണ്ട് തരത്തിലുള്ള ദലീലുകളുണ്ട്. ഇജ്മാലിയായ ദലീലുകളുണ്ട്, അതാണ് ഉസൂൽ ഫിഖ്ഹ്. തഫ്സീലിയായ ദലീലുകളുണ്ട്, അതാണ് ഓരോ മസ്അലകൾക്കും അതിൻ്റെതായ തെളിവുകൾ. അത് ചിലപ്പോൾ നസ്സായ ആയത്താവാം, അല്ലെങ്കിൽ നസ്സായി വരുന്ന ഹദീസുകളാവാം, അതല്ലെങ്കിൽ ഇജ്മാ ആവാം, അതല്ലെങ്കിൽ നസ്സായി വന്നിട്ടുള്ള ഏതെങ്കിലും ആയത്തിനോ ഹദീസിനോ ഇജ്മായിലോ നസ്സായി പറഞ്ഞ വിഷയത്തോട് ഖിയാസാക്കിയിട്ടുള്ള തെളിവാവാം. ഓരോ മസ്അലകൾക്കുമുള്ള തെളിവുകൾക്കാണ് എന്തെന്ന് പറയുക, തഫ്സീലിയായ ദലീലുകൾ എന്ന് പറയാം. എന്നാൽ അതിൻ്റെ അസ്ലാകുന്ന ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഖുർആനിൻ്റെ ആയാത്തുകളുമായി ബന്ധപ്പെട്ട അസ്ലി എന്ന നിലക്കുള്ള, അതൊരു അടിസ്ഥാനമാണ് എന്ന നിലക്കുള്ള ഏത് ചർച്ചകൾ, അഹാദീസിൻ്റെ ഉസൂലുകളും ചർച്ചകളും, ഇതൊക്കെയാണ് ഉസൂൽ ഫിഖ്ഹിലെ ചർച്ചകൾ. അതാണ് ഉസൂൽ ഫിഖ്ഹ്. അതിൻ്റെ മേലാണ് ഇതിനെ എടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അഹ്കാമുകളെക്കുറിച്ച് അറിയുക എന്ന് പറയുമ്പോൾ ഉസൂൽ ഫിഖ്ഹിലെ ചർച്ചയിൽപ്പെട്ട ഒന്നാണ് ഇമാം അൽ ഹറമൈനി തങ്ങൾ ആദ്യമായി ചർച്ചയിൽ കൊണ്ടുവരുന്ന വിഷയമാണ് അഹ്കാമുകൾ. അതധികം സാധാരണ പറയാറുള്ളത് അഹ്കാമുകൾ 5 എണ്ണമാണ്: വാജിബ്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, മുബാഹ്. ഇമാം അൽ ഹറമൈനി ഇവിടെ 7 എണ്ണം എണ്ണിയിട്ടുണ്ട് ഉറക്കാത്തിൽ. അത് 2 എണ്ണം കൂട്ടിയിട്ട് മഹ്ലൂർ, അത് സഹീഹ്, ബാത്തിൽ. മഹ്ലൂർ എന്ന് പറഞ്ഞാൽ ഹറാമ്, സഹീഹ് ബാത്തിൽ. സഹീഹ് ബാത്തിൽ എന്നത് അഹ്കാമുൽ ഖംസയിൽപ്പെട്ടതാണോ അതല്ല അങ്ങനെ എണ്ണേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസം എണ്ണുന്നിടത്തുണ്ട്. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ഫർളുകളെന്നോടത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പോലെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. അധികവും പറയപ്പെടാറുള്ളത് അഹ്കാമുകൾ 5 എണ്ണമാണ്. അതിൽ നിന്ന് വാജിബ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, അത് ചെയ്യൽ നിർബന്ധമാണ്. എന്ന് വെച്ചാൽ ചെയ്താൽ അതിന് ഏതുണ്ട്, പ്രതിഫലമുണ്ട്. ചെയ്തിട്ടില്ലെങ്കിൽ, ഒഴിവാക്കിയാൽ അതിന് ശിക്ഷയുമുണ്ട്. അതാണ് വാജിബ്. അതുപോലെ തന്നെ ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയുണ്ട്, ഒഴിവാക്കിയാൽ കൂലിയുമുണ്ട്. അതങ്ങോട്ടും ഇങ്ങോട്ടും, വാജിബിനെ ഒഴിവാക്കൽ ഹറാമാണ്, ഹറാമ് ചെയ്യാതിരിക്കൽ വാജിബാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തലാസിമേനിയായിട്ട് നിൽക്കുന്ന വിഷയം തന്നെയാണ്. അപ്പോൾ വാജിബിനെ ഒഴിവാക്കിയാൽ അതിൻ്റെ പേരിൽ ശിക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പുറത്തു തന്നിട്ടില്ലെങ്കിൽ ശിക്ഷ കൊണ്ടുള്ള വഈദ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഗണത്തിൽപ്പെട്ടതാണ് എന്നാണ് അതിൻ്റെയൊക്കെ ഉദ്ദേശം. മൻദൂബ്, സുന്നത്തെന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ കൂലിയുണ്ട്, ഒഴിവാക്കിയാൽ ഏതില്ല, അതിന് പേര് ശിക്ഷ ഉണ്ടാവില്ല. പക്ഷെ അതിന് ഏതുണ്ടാവും, ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ട് ചെയ്തില്ല എന്ന മുത്താലബത്ത് എല്ലായിടത്തും ഉണ്ടായിരിക്കും. അത് മന്ദൂബിൻ്റെ നിലവാരത്തിനനുസരിച്ച് വളരെ ശക്തമായ മോക്കതായ സുന്നത്തൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള മുത്താലബത്ത് ഉണ്ടാവും എന്നുള്ളത്. ശിക്ഷ ഉണ്ടാവില്ല എന്നർത്ഥം. മുബാഹ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയുമില്ല, ഒഴിവാക്കിയാൽ ഏതില്ല, ചെയ്താൽ കൂലിയുമില്ല, ഒഴിവാക്കിയാൽ ശിക്ഷയുണ്ടാവില്ല, അനുവദനീയമാണെന്ന് പറയുന്ന കാര്യം. ഇനി ഹറാം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ചെയ്താൽ ശിക്ഷയുണ്ടാവും, ഒഴിവാക്കിയാൽ ഏതുണ്ടാവും, കൂലി ഉണ്ടായിരിക്കും, പ്രതിഫലം ഉണ്ടായിരിക്കും. എന്നാലോ മക്രൂഹ് എന്ന് പറഞ്ഞാലോ, മക്രൂഹ് അത് ചെയ്താൽ ശിക്ഷയില്ല, പക്ഷേ ഒഴിവാക്കിയാൽ ഏതുണ്ട്, അതിന് കൂലിയുമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, ഹറാമായൊരു കാര്യം ചെയ്യാതിരുന്നാൽ അതിന് ഏതുണ്ട്, കൂലിയുണ്ട്. മക്രൂഹായ കാര്യം ചെയ്യാതിരുന്നാലും ഏതുണ്ട്, കൂലിയുണ്ട്. മക്രൂഹ് ചെയ്തതുകൊണ്ട് ഏതുണ്ടാവില്ല, കുറ്റം ഉണ്ടാവില്ല, ചെയ്തതുകൊണ്ട് അതെ, ശിക്ഷ ഉണ്ടാവില്ല എന്നത് മാത്രമാണ് ഹറാമ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സാധാരണ അവസ്ഥയിൽ നമ്മൾ ഏതില്ല, ഹറാമ് ചെയ്തുകൊണ്ടിരിക്കണില്ലല്ലോ. ഹറാമുകൾ ധാരാളമുണ്ട്, മക്രൂഹുകളും ധാരാളമുണ്ട്. സാധാരണ അവസ്ഥയിൽ നമ്മൾ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കണില്ല. അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരാളിരുന്ന് കിടന്നുറങ്ങി അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ടു, അപ്പം ഹറാമ് ചെയ്യണില്ല എന്നുള്ള ആൾക്ക് കൂലി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണോ ഈ പറയുന്നത്? ആ പറയുന്നതിൻ്റെ ഉദ്ദേശം, ഒരു ഹറാമ് ഒഴിവാക്കണം എന്ന നിലക്ക് അതൊരു ഇംതിസാലാണ്. ഹറാമ് ഒഴിവാക്കണം എന്ന കൽപ്പന ഉണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. കറാഹത്ത് ഒഴിവാക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. ആ കൽപ്പനക്ക് വഴിപ്പെടുക, അതിനനുസരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ, കസ്ദൻ, ഉദ്ദേശത്തോടു കൂടി ഒഴിവാക്കുന്നിടത്താണ് ഈ കൂലിയുണ്ട് എന്ന് പറയുന്നത്. ഹറാമായൊരു കാര്യം അവർക്ക് വേണമെങ്കിൽ ചെയ്യാം, ആ ചെയ്യാൻ പാടില്ലെന്ന് അള്ളാഹുവിൻ്റെ ഏതുണ്ട്, വിരോധനയുണ്ട്. കറാഹത്ത് ഒഴിവാക്കാനുള്ള കൽപ്പന അല്ലെങ്കിൽ അത് ചെയ്യുന്നത് തൊട്ട് വിരോധനയുണ്ട്. അത് ആ വിരോധനക്ക് അടിമപ്പെടുക, അനുസരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നാം അതിനെ ഒഴിവാക്കുമ്പോൾ അപ്പോൾ അതിന് കൂലി കിട്ടും എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹറാമ് എന്ന് പറഞ്ഞാൽ അതിന് വിരോധന വന്നിട്ടുണ്ട്. കറാഹത്ത് എന്ന് പറഞ്ഞാലും അതും വിരോധന വരുമ്പോൾ തന്നെയാണ് ഏതുണ്ടാകുക, കറാഹത്താവുക.
ഒരു കാര്യം കറാഹത്താവണമെങ്കിൽ അതിനേത് വേണം, നെഹി വരണം. ആ നെഹി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? നെഹി വരിക എന്ന് പറഞ്ഞാൽ നസ്സായി ചിലപ്പോൾ നെഹി വരും. അതുപോലെ തന്നെ ചിലപ്പോൾ ഇജ്മാവ് കൊണ്ടാവാം അത് കറാഹത്തായത്. അതല്ലെങ്കിൽ കറാഹത്താകുന്നത് ഖിയാസ് കൊണ്ടുള്ള നെഹി ആവാം. നെഹി ഖാസായ നെഹി വേണം, അപ്പോൾ ഒരു കാര്യം കറാഹത്താവുകയുള്ളൂ. അസ്ല് എല്ലാ കാര്യങ്ങളിലും അത് പിന്നീട് വരും. എല്ലാ വിഷയത്തിലും അസ്ല് ഇബാഹത്താണ്. ഏതൊരു കാര്യമാണെങ്കിലും അതിൻ്റെ അസ്ല് ഇബാഹത്താണ്. അത് അനുവദനീയമാണ് എന്നതാണ്. അത് ഇബാഹത്തിൽ നിന്ന് വിടണമെങ്കിൽ ഏത് വേണം? അതിന് നെഹി വരണം. അങ്ങനെ നെഹി വന്നാൽ അത് ചിലപ്പോൾ ഏതാവാം? ഹറാമിനാവാം. നെഹി വരുന്നത് ചിലപ്പോൾ ഏതാവാം? കറാഹത്തിനാവാം. ഏതായാലും കറാഹത്താവണമെങ്കിൽ പോലും നെഹി ഖാസായ നെഹി വരണം. ആ നെഹി നസ്സൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇജ്മാഅ് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഖിയാസ് ആവാം. അതും ഒരു ഖാസായ നെഹി തന്നെയാണ്. എന്നല്ലാതെ ഒരു വിഷയത്തിൽ നെഹി വന്നിട്ടില്ല, ഒരു തരത്തിലുള്ള നെഹിയും വന്നിട്ടില്ല, എന്നാൽ ആ ഒരു കാര്യം ഏതാവില്ല, അസ്ലൻ അത് കറാഹത്താവുകയില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്ന് വെച്ചാൽ ഒരു കാര്യം നിഷിദ്ധമാവുക, ദീനിലൊരു കാര്യം നിഷിദ്ധമാവുക എന്ന് പറഞ്ഞാൽ അസ്ൽ ഇബാഹത്ത് വിട്ടുകൊണ്ടൊരു കാര്യം ഹറാമോ കറാഹത്തോ ആവണമെങ്കിൽ അതിന് ഖാസായ നെഹി വരണം എന്നതാണ് ഉസൂല്. അത് ഈ മൂന്ന് തരത്തിൽ ഏതും ആവാം. ഖിയാസ് വരെ ആവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ രൂപത്തിൽ ഒരു ഖാസ് നെഹി വരാതെ പിന്നെ മൊത്തത്തിൽ ഏതെങ്കിലും ചില ആമായ നെഹികൾ പിടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ബിദ്അത്താണ്, അനാചാരമാണ്, ഹറാമാണ്, നരകത്തിലാണ് എന്ന് പറയുന്നത് അസ്ല് തിരിയാത്തത് കൊണ്ടുള്ള തകരാറാണ്. ഉസൂൽ ഫിഖ് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണത്. അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ ചില ആളുകൾ, മാൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ അതിൽ ഇല്ലാത്തതിനെ ഒരാൾ പുതുതായി ഉണ്ടാക്കിയാൽ അത് മർദൂദാൻ, തള്ളപ്പെടേണ്ടതാണ്. അത് നെഹിയാണ്. അങ്ങനെ പുതുതായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതിൻ്റെ ഒരു നെഹിയാണ്. അത് ഇന്ന കാര്യമൊന്നുമില്ല, ഒരു ഖാസായ നെഹിയല്ല. അത് മൊത്തത്തിലൊരു ഏതാണ്, ഒരു നിയമമാണ്. ആ മൊത്തത്തിലുള്ള നിയമം പിടിച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ഏതാണ് കറാഹത്താണ്, പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ ഹറാമാന്ന് പറയാൻ പാടില്ല. അത് പറയാൻ പാടില്ല. അപ്പോൾ പിന്നെ മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു എന്ന് പറഞ്ഞാൽ എന്താ? യാതൊരു തരത്തിലും ഉസൂലിൻ്റെ പരിധിയിൽ കടക്കാത്തത്. മാ ലൈസ മിൻഹു എന്ന് പറഞ്ഞാൽ നസ്സൻ വരാത്തതെന്ന് ഒരിക്കലും അർത്ഥം കൊടുക്കാൻ കഴിയില്ല. മൻസൂസ് അല്ലാത്ത എന്തെല്ലാം മസലകൾ ഇവിടെ ഉണ്ട്, ഏതെല്ലാം മസലകളുണ്ട്. ഇപ്പോൾ പൈസക്ക് സക്കാത്ത് കൊടുക്കേണ്ട വിഷയം, അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ട്. മൻസൂസ് അല്ലാത്തത് ഉണ്ടായത് കൊണ്ടാണല്ലോ ഖിയാസ് എന്നൊരു വിഷയം തന്നെ വരുന്നത്. അപ്പോൾ അതൊക്കെ റദ്ദാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നസ്സൻ വരാത്തതെന്നല്ല. പിന്നെ മാലൈസമിന്നു എന്ന് പറഞ്ഞാൽ എന്താ? അസ്ലില്ലാത്തത്, ദീനിലെ ഉസൂലുകളുടെ പരിധിയിൽ കടക്കാത്തത്. അപ്പോൾ ഉസൂലിൻ്റെ പരിധിയിൽ കടന്നാൽ അത് പിന്നെ ദീനാണ്, അത് മർദൂദുമല്ല. അപ്പോൾ ഉസൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളാണ്. അത് ചില ശറഅയിൻ്റെ നസൂസുകൾക്ക് അതിൻ്റെ ഉമൂം ഉണ്ടായിരിക്കാം, ആമായ നസ്സുകൾ വരാം, അല്ലെങ്കിൽ അതിന് ഇത്ലാഖ് ഉണ്ടാവാം. ആം വന്നാൽ അതിൻ്റെ ഉമൂമിൻ്റെ പരിധിയിൽ കടക്കുന്നതൊക്കെ അതിൽ പെട്ടത് തന്നെയാണ്. അതൊക്കെ ആ ശറഅ് വാരിദായ കൂട്ടത്തിലാണ് പെടുക. അതേപോലെ തന്നെ മുത്തലക്കായിട്ടൊരു വിഷയം വന്നു, ഒരു പ്രത്യേക ഉപാധികളും കൈതൊന്നും വെക്കാതെ ഒരു കൽപ്പന വന്നു, എന്നാലോ അത് മുത്തലക്കായിട്ടിനെ കണക്കാക്കപ്പെടണം. അതിന് മുഖയ്യിദ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിന് ആമിന് തഖ്സീസ് ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് അത് ചെയ്യാം. ആ ഏതിനെയാണോ തഖ്സീസാക്കുന്നത് അത് പുറത്തു പോവുക. അതല്ലാത്തിടത്തോളം കാലം അതിൻ്റെ ഉമൂമിൽപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ ഓരോ ശറഇൻ്റെ നുസൂസുകൾക്ക് അതിൻ്റെതായ ഉമൂം ഉണ്ടായിരിക്കും, അതിൻ്റെതായ ഇത്ലാഖ് ഉണ്ടായിരിക്കും. ആ വിശാലതയിൽ നിന്ന് തന്നെ എന്തായിരിക്കണം? അതിനെ കാണേണ്ടതുണ്ട്. എപ്പോഴൊഴികെ മുഖസ്സിസോ മുഖയ്യിദോ വരാത്തിടത്തോളം കാലം അതൊക്കെ ശറഇൻ്റെ നുസൂസുകളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഉമൂമിൽപ്പെട്ട ഒരു കാര്യം, ശറഇൻ്റെ ഉസൂലിൻ്റെ നിയമപ്രകാരം നുസൂസുകളിൽ നിന്ന് അതിൻ്റെ ഉമൂമിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യം, ആ ഉമൂമിൻ്റെ പരിധി നിന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കിയാൽ, ആ ഉമൂമിൻ്റെ പരിധിയിൽ അത് ഉൾക്കൊണ്ടാൽ അതേതല്ല ഉസൂലിൻ്റെ പുറത്തല്ല. അത് ശറഇൻ്റെ തെളിവിൻ്റെ അസുലുണ്ടാവുക എന്നതിൻ്റെ പുറത്തല്ല, അത് അസുലുള്ളതാണ്. എങ്ങനെ അസുലുണ്ടായി? അതിൻ്റെ ഉമൂമിൻ്റെ പരിധിയിൽ പെട്ടു എന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ആ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്, ഈ ഉസൂലിൻ്റെ കിതാബുകൾ ഓതി പഠിക്കുന്നത്. അത് ആഴത്തിൽ മനസ്സിലാക്കേണ്ട വിഷയം. ഇൻഷാ അല്ലാഹ് ആ സമയത്തിനനുസരിച്ചൊക്കെ നമുക്ക് അവസരം വരുമ്പോൾ വിശദീകരിക്കാം. ഇത് പറയുമ്പോഴാണ് മറ്റൊരു ചർച്ച ഉസൂലിലേക്ക് കടന്നു വരിക. ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യ എന്ന് പറഞ്ഞു. ഈ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്താണ് ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇൽമു എന്ന് പറയുക? എപ്പോഴാണ് ഇൽമു എന്ന് പറഞ്ഞാൽ മാരിഫത്തു ഷൈഇ അലാ മാ ഹുവ ബിഹി, അല്ലെങ്കിൽ മാരിഫത്തുൽ മാലൂമി അലാ മാ ഹുവ ബിഹി. ഒരു വസ്തുവെ കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥം എന്താണോ ആ ഉള്ളതുപോലെ അതിനെ അറിയാന്നുള്ളതാണ്. ഒരു വസ്തു, ഒരു കാര്യം, അതെങ്ങനെയാണോ ആ കാര്യം അതിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ളത് ആ ഉള്ളതുപോലെ അതിനെ മനസ്സിലാക്കുക. അപ്പോഴാണ് അതിന് ഇൽമു എന്ന് പറയാം. അപ്പോൾ ഒരു കാര്യത്തെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അതില്ല, ഒന്നും ഒരാൾ മനസ്സിലാക്കിയിട്ടില്ല, അതല്ലെങ്കിൽ അത് ഉള്ളതുപോലെയല്ല മനസ്സിലാക്കിയിട്ടുള്ളത്, എതിരായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, എന്നാൽ അതിനെ സംബന്ധിച്ച് ഇൽമു എന്ന് പറയില്ല. അപ്പോൾ പിന്നെ ജഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജഹൽ എന്ന് പറഞ്ഞാലോ, ഒന്നുകിൽ ആ ഒരു വസ്തുവെക്കുറിച്ച് ജഹൽ തന്നെ അതിനെ സംബന്ധിച്ച് യാതൊന്നും അയാൾ മനസ്സിലാക്കിയില്ല, അയാളുടെ തസവൂർ, അയാളുടെ ചിന്തയിൽ അല്ലെങ്കിൽ അയാളുടെ തലച്ചോറിൽ അങ്ങനെ വിഷയം വന്നിട്ടേ ഇല്ല, അയാൾ അങ്ങനെ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടല്ല. അപ്പോൾ അത് ജഹലാണ്. അതിനെ സംബന്ധിച്ച് അയാൾക്കൊന്നും അറിയില്ല. അതേ സ്ഥാനത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഉള്ളതുപോലെ അല്ല മനസ്സിലാക്കിയിട്ടുള്ളത്, നേരെ തിരിച്ചാണ്, എതിരായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഉള്ളതുപോലെ അല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അത് ജഹലാണോ? ഇമാമുൽ ഹറമൈനി അതിനെ ജഹലായിട്ടാണ് എണ്ണിയിട്ടുള്ളത്, അതൊരു ജഹലാണ്. എന്നാൽ മറ്റു പല പണ്ഡിതന്മാരും അതിനെ ജഹല് മാത്രമല്ല, അതിനെ ജഹല് മുറക്കബ് എന്ന് പറയും. ഒരു കാര്യത്തെ സംബന്ധിച്ച് യാതൊന്നും അറിയാതിരിക്കലാണ് ജഹല്. എന്നാൽ അറിഞ്ഞു ഉള്ളതുപോലെ അല്ല അറിഞ്ഞത്, എന്നാലോ അതിന് ജഹല് മുറക്കബ് എന്ന് പറയും. വെച്ചാൽ അറിയൂല്ല, ഇയാൾ മനസ്സിലാക്കണം അതാണ് അതിൻ്റെ ശരിയെന്നാണ്. അപ്പോൾ വിവരമല്ല, ഇല്ല എന്നുള്ള വിവരമല്ല, തനിക്കതിനെ സംബന്ധിച്ച് അറിയില്ല. കാരണം എന്തുകൊണ്ട്? അയാൾ ഉള്ളതുപോലെയല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ പിന്നെ അയാൾ എന്താ മനസ്സിലാക്കുന്നത്? അയാൾ മനസ്സിലാക്കുന്നത് തനിക്കത് അറിയുന്നതാണ്. അപ്പോൾ അറിയില്ല എന്ന കാര്യം യഥാർത്ഥ അയാൾക്കറിയോ? അതുമില്ല. അപ്പോൾ അറിയുകയുമില്ല, അറിയില്ല എന്നും അറിയില്ല. അപ്പോൾ രണ്ട് ജഹലായി. ഇതിനാണ് ജഹല് മുറക്കബ് എന്ന് പറയുക. അങ്ങനെയാണ് മറ്റു പല പണ്ഡിതന്മാരും അതിനെണ്ണിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൽമുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം മനസ്സിലാക്കണം. ഇൽമു രണ്ട് ഇനമുണ്ട്. ലറൂരിയായ ഇൽമുമുണ്ട്, മുക്തസബായ ഇൽമുമുണ്ട്. ലറൂരിയായ ഇൽമു എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചോ അന്വേഷിച്ചോ ചിന്തിച്ചോ ഉണ്ടാക്കാതെ തന്നെ കിട്ടുന്ന ഇൽമുകൾ. ചില കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് പഠിച്ചുണ്ടാക്കുന്നതല്ല. അതേതുപോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്കുണ്ടായിത്തീരുന്ന അറിവുകൾ. നമ്മളൊരു കാര്യം കണ്ടപ്പോൾ ആ കണ്ടതിൽ നമുക്കൊരു ഇൽമു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കേട്ടു, അല്ലെങ്കിൽ നമ്മൾ മണത്തറിഞ്ഞു, അല്ലെങ്കിൽ രുചിച്ചറിഞ്ഞു, തൊട്ടറിഞ്ഞു, ഇങ്ങനെ 4-5 അറിവുകളുണ്ടല്ലോ മനുഷ്യന്. ഈ അറിവുകൾ ഏതാണ്? ലറൂറിയായ ഇൽമാണ്. അത് നമ്മൾ പഠിച്ചു അന്വേഷിച്ചു ചിന്തിച്ചു പഠനം നടത്തിയിട്ടൊന്നും അതിൽ ഇക്തിസാബ് ചെയ്ത് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ഇൽമല്ല, ലറൂറിയായിട്ട് കിട്ടുന്ന ഇൽമുകളാണ്. അതുപോലെ തന്നെയാണ് തവാത്തുർ കൊണ്ട് കിട്ടുന്ന ഇൽമും. തവാത്തുറായി നമ്മൾ അന്വേഷിക്കാതെയും പഠിക്കാതെയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെയും അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെയും ഇരുന്നാൽ പോലും നമുക്ക് എന്തായി കിട്ടും? ഈ ലറൂറിയായാലും അക്കൂട്ടത്തിൽപ്പെട്ടാൽ തവാത്തുറായാലും. ഇപ്പം മക്കയുണ്ട്, അവിടെ കഅബയുണ്ട്. അതിപ്പോൾ ആരും സംബന്ധിച്ച് അന്വേഷണം പഠനം നടത്തേണ്ടതില്ല. എല്ലാ ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമാണ് മക്കുണ്ട് കഅബയുണ്ട് എന്നുള്ള കാര്യം. അത് തവാത്തുറാണ്. കഅബയെ അവൻ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവൻ അന്വേഷിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ? അങ്ങനെ ആ ഇൽമു മുത്തവാത്തിറായിട്ട് വന്നിട്ടുണ്ട്. ഇതിനും ലറൂരിയായ ഇൽമു എന്ന് പറയും. അത് വെച്ചാൽ ഇപ്പം വേണ്ട എന്ന് വെച്ചാലും അറിയും, ഇവൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ടെന്ന് വെച്ചാലും അറിയും. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇൽമുകൾ, അതുപോലെ തന്നെ തവാത്തുർ കൊണ്ട് കിട്ടുന്ന ഇൽമുകൾ, ഇതൊക്കെ അതാണ് ലറൂരിയായ ഇൽമുകളാണ്, ഇക്തിസാബ് ചെയ്ത് അന്വേഷിച്ച് പഠിച്ചുണ്ടാക്കുന്നതല്ല. അതുപോലെ തന്നെ രണ്ടാമത്തൊരു ഇൽമാണ് ഇത് ഇൽമുൽ മുക്തസബ്, മുക്തസബായ ഇൽമു. മുക്തസബായ ഇൽമു എന്ന് പറഞ്ഞാൽ എന്താ? അഭ്യസിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന, ഇക്തിസാബ് ചെയ്തെടുക്കുന്ന, അധ്വാനിച്ചുണ്ടാക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? വിദ്യയെ അഭ്യസിച്ചെടുക്കുക വെച്ചാൽ എന്താ? പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ വിദ്യ നേടാൻ, അറിവ് നേടാനുള്ള മാർഗങ്ങളെ അവലംബിച്ചുകൊണ്ട് അതിൻ്റെ വഴികളെ പിൻപറ്റിയും കൊണ്ട് നേടിയെടുക്കുന്നത്. അതാവാം വായിക്കലാവാം, അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്തു ചിന്തിച്ചുകൊണ്ടാവാം, മറ്റു പല തരത്തിലുമാവാം. ഇന്നലക്കുള്ള ഇൽമുകൾക്കാണ് ഇത് പറയുക ഇക്തിസാബ് ചെയ്തെടുക്കുക. നളർ ഫിക്ർ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചിന്ത എന്ന് പറഞ്ഞാൽ? ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അറിയപ്പെട്ട കാര്യങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് അറിയാത്ത വിഷയങ്ങളിലേക്ക് എത്തിച്ചേരുക. ഇതിനാണ് ചിന്ത. ഇതാണ് ചിന്ത. അറിയപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അത് രണ്ടും തമ്മിൽ എന്താക്കുന്നു? നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം? അതുവഴി എന്ത് ചെയ്യണം? നമ്മളെ ചിന്തയെ ഉപയോഗപ്പെടുത്തിയും കൊണ്ട് നമ്മൾ എന്തിലേക്ക് എത്തിച്ചേരുന്നു? അറിയാത്ത ഒരു വിഷയം, നമുക്ക് അതുവരെ അറിയാത്തൊരു വിഷയത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇതിനാണ് എന്തെന്ന് പറയുക? ചിന്ത. ഇതാണ് ചിന്ത എന്ന ആ പ്രക്രിയ.
ഇങ്ങനെ ഇസ്തിദ്ലാൽ, ഫിക്ർ, നളർ, പരിശോധിക്കുക, ചിന്തിക്കുക, അല്ലെങ്കിൽ തെളിവുകളെ നമ്മളെന്ത് ചെയ്യുന്നു, നിരത്തി വെച്ചുകൊണ്ട് അതുവഴി നമുക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ തെളിവുകളിലൂടെ നമ്മൾ എത്തിപ്പെടേണ്ടുന്ന ഏതുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ആ തെളിവുകൾ എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെയാണ് ഇസ്തിദ്ലാൽ, ഇക്തിസാബ്, അല്ലെങ്കിൽ ഈ നളർ, ഫിക്ർ എന്നൊക്കെ പറഞ്ഞാൽ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് അത് തമ്മിലുണ്ടാവുള്ളൂ, ഒക്കെ ഉദ്ദേശം ഒന്ന് തന്നെ. അപ്പോൾ ഇൽമ് രണ്ട് തരമുണ്ട്: ലറൂറിയായ ഇൽമ്, മുക്തസബായ ഇൽമ്. ലറൂറിയായ ഇൽമ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ബദാഹത്തുൽ അഖ്ൽ കൊണ്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, നമ്മൾ അല്ലാതെ ചിന്തിക്കൊന്നും ചെയ്യാതെ തന്നെ മനുഷ്യൻ്റെ ബുദ്ധി വളരെ കണിശമായി നമ്മോട് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ എന്ത് ചെയ്യുക, ഒന്നും രണ്ടാണ് എന്നൊരു വിഷയം നമ്മളതിങ്ങനെ ആലോചിച്ചുണ്ടാക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ ഒരു വസ്തുവിൽ, ഒരു വിഷയത്തിൽ തന്നെ നഫിയും ഇസ്ബാത്തും, ഒരു കാര്യം ഉണ്ട് ഇല്ല രണ്ടും കൂടി ഒരുമിച്ച് കൂടും, ഒരു വിഷയത്തിൽ ഇല്ല. ഇതിപ്പോൾ നമ്മൾ ചിന്തിച്ചാലോചിച്ചുണ്ടാക്കേണ്ട കാര്യങ്ങളല്ല. അതുപോലെ തന്നെ ലറൂറിയായ വിഷയങ്ങളാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് ജനിച്ചു, അവിടെ പ്രവാചകനായി വന്നിരുന്നു, മുഅ്ജിസാത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഏറെ ഇത് ചെയ്തു ബദാഹത്ത് കൊണ്ട്, അത് ചിന്തിച്ച് കിട്ടേണ്ടതല്ല. അങ്ങനെ തവാത്തുറായിട്ട് വന്ന വിഷയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ബദാഹത്തുൽ അഖ്ൽ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഹവാസുൽ ഹംസ, 5 പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാകുന്ന അറിവുകൾ, ഇതൊക്കെ ഏതാണ്, ലറൂറിയ ഇൽമുകളാണ്. നമ്മുടെ ചിന്തയെയും പഠനത്തെയും മാർഗങ്ങളെ അവലംബിച്ചുകൊണ്ട് അഭ്യസിച്ച് നേടിയെടുക്കുന്നതിനാണെന്ന് പറയുക മുക്തസബായ ഇൽമ് എന്ന് പറയാം. ഇത് പറഞ്ഞപ്പോൾ പിന്നെ ഇൽമിൻ്റെ മുഖാബലിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, അതുകൂടി ഒന്ന് പറയേണ്ടതുണ്ട്. അതെന്താണ്? ലന്ന്, ശക്ക്. നമ്മുടെ ഫിഖ്ഹിലൊക്കെ ആവശ്യമായി വരുന്നൊരു വിഷയമാണത്. ലന്ന് എന്ന് പറഞ്ഞാൽ എന്താ? തജ്വീസു അംറൈനി അഹദുഹുമാ അദ്ഹറു മിനൽ ആഖരീൻ. ഒരു വിഷയത്തിൽ രണ്ട് സാധ്യതകളുണ്ട്. ഇപ്പോൾ നമുക്കൊരു കാര്യം കണ്ടു, നമുക്കത് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ചിന്തിച്ചു, നമുക്ക് ആ കാര്യം ബോധ്യപ്പെട്ടു. ഇനി ആ വിഷയത്തിൽ ആ ഒരു സാധ്യത തന്നെയുള്ളൂ, നമുക്ക് ബോധ്യപ്പെട്ട ആ ഒരു സാധ്യത തന്നെയുള്ളൂ, മറ്റൊരു സാധ്യത അവിടെ ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് അത് ഇൽമായി മാറുന്നത്. അതേ സ്ഥാനത്ത് ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി, അവിടെ ഏതുണ്ട്, രണ്ട് സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. ആ രണ്ട് സാധ്യതയിൽ നിന്ന് ഒന്നിന് കൂടുതൽ സാധ്യതയുണ്ട്, ഒന്നിന് അത്ര തന്നെ സാധ്യതയില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ഇത് പറയാ ലന്ന്. കൂടുതൽ സാധ്യതയുള്ളതിന് എന്തെന്ന് പറയും? ലന്ന് എന്ന് പറയും. ഇപ്പോൾ ഒരാൾ ഇവിടെ വന്നു പോയി, സെയ്ദ് വന്നു, സെയ്ദ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് എന്നാണ് ഇവൻ്റെ അടയാളങ്ങളൊക്കെ വെച്ച് അന്വേഷണങ്ങളിലൂടെ മനസ്സിലായത്. കൂടുതൽ അവനക്ക് അതാണ് സാധ്യത തോന്നുന്നത്. എന്നാൽ അതങ്ങോട്ട് ഉറപ്പായിട്ടില്ല, വന്നിട്ടില്ലാതിരിക്കാനും സാധ്യത അവിടെ ഉണ്ട്. പക്ഷേ അവൻ്റെ പഠനത്തിൽ അവന് ബോധ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അവൻ്റെ അന്വേഷണത്തിൽ അവനത് ഇക്തിസാബ് ചെയ്തത് നോക്കുമ്പോൾ അവന് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന സാധ്യതയാണ് കൂടുതൽ കാണുന്നത് എങ്കിൽ അതിനെന്ത് പറയും? ലന്ന് എന്ന് പറയും. അപ്പോഴാണ് ഒരു ജാനിബ് കൂടുതലാവുമ്പോഴാണ് അതിനെ സംബന്ധിച്ച് ലന്ന് എന്ന് പറയും. ലന്ന് ചിലപ്പോൾ റാജിഹായ ലന്നാവാം, ചിലപ്പോൾ അത്ര തന്നെ റുജ്ഹാൻ ഇല്ലാത്ത ലന്നാവാം, അതൊക്കെ സാധ്യതയുണ്ട്. റാജിഹായ ലന്നാകുമ്പോൾ അതെന്ത് ചെയ്യും? അത് ഏറെക്കുറെ ഇൽമിനോട് യക്കീനോട് അടുത്ത് നിൽക്കും, എന്നാലും അത് തന്നെയാണ്. മറ്റൊരു സാധ്യത അവിടെ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്നേ പറയുള്ളൂ, ലന്ന് എന്നേ പറയുള്ളൂ. അവിടെ ലന്ന് ഒരു ജാനിബ് എന്താവാം, നല്ല റാജിഹ, നല്ല ശക്തമായ ഏതുണ്ട് ലന്നാവാം, റാജിഹ ആയിരിക്കാം, അല്ലെങ്കിൽ അത്ര തന്നെ ഇല്ലാതിരിക്കാം, അതൊക്കെ സാധ്യതകളുണ്ട്. അതായാലും ശരി, അത് ലന്നാണ്. അതേ സ്ഥാനത്ത് ശക്ക് എന്ന് പറഞ്ഞാലോ, രണ്ട് സാധ്യതകളുണ്ട്, ഒന്നിനേക്കാൾ ഏതില്ല, പ്രത്യേക മുൻഗണന ഒന്നുമില്ല. ഒരു വിഷയത്തിൽ സംശയിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. സംശയിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് സാധ്യത കാണുന്നില്ലെങ്കിൽ അതിലധികം സാധ്യതകൾ കാണുന്നുണ്ട്, ഒന്നിനേക്കാൾ ഏതില്ല, പ്രത്യേക മുൻഗണന അവൻ കാണുന്നില്ല, ഒക്കെ സമസമായിട്ടാണ് ഇവൻ്റെ ധാരണയിൽ നിൽക്കുന്നത് എങ്കിൽ അതിനെ സംബന്ധിച്ച് എന്ത് പറയും? ശക്ക് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഇത് ചെയ്യും, നമുക്ക് പിന്നീട് ആവശ്യമായി വരുന്നതാണ്. അതുകൊണ്ടാണ് ഫിഖ്ഹിൻ്റെ ചർച്ചയിൽ, അല്ലെങ്കിൽ ഉസൂലിൻ്റെ ചർച്ചയിൽ ഇതൊക്കെ കടന്നു വരുന്നത്. ഇനി ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നത് ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതിൻ്റെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ചെറിയ സൂചനകൾ പറഞ്ഞിരുന്നു. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉസൂലുൽ ഫിഖ്ഹി തുറുഖുഹു അലാ സബീലിൽ ഇജ്മാൽ എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. അദില്ലത്തുൽ ഫിഖ്ഹി അൽ ഇജ്മാലിയ്യത്തു എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ അതിൻ്റെ മറ്റൊരു ഇബാറത്താണ്. ഉസൂലുൽ ഫിഖ്ഹി തുറുഖുഹു അലാ സബീലിൽ ഇജ്മാൽ. ഫിഖ്ഹിൻ്റെ ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ ആ ഫിഖ്ഹിലേക്കുള്ള വഴിയാണ്, ഫിഖ്ഹിനുള്ള മാർഗമാണ്. എങ്ങനെ? അലാ ത്വരീഖിൽ ഇജ്മാൽ, ഇജ്മാൽ എന്ന നിലക്ക്, തഫ്സീൽ എന്ന നിലക്കല്ല. എന്ന് വെച്ചാൽ
നമസ്കാരം നിർബന്ധമാണ്, സക്കാത്ത് നിർബന്ധമാണ്, പലിശ ഹറാമാണ്, ഇത് ഫിഖ്ഹാണ്. അതിൻ്റെ വിശാലാർത്ഥത്തിൽ അത് ഫിഖ്ഹാണ്. അതിലേക്കുള്ള വഴിയാണ് അത്. എന്ത്? പലിശ നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പലിശനെ നിങ്ങൾ ഒഴിവാക്കണം. നമസ്കരിക്കൽ നിങ്ങളുടെ മേൽ ഫർളാക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന സ്വലാത്ത കാനത്ത് അൽ മുഅ്മിനീന കിതാബുൻ മൗഖൂത്ത എന്ന് പറഞ്ഞു. അത് അതിലേക്കുള്ളൊരു വഴിയാണ്. പക്ഷേ അത് നമസ്കാരം എന്ന ഒരു തഫ്സീലിയായ ഒരു ഫിഖ്ഹിൻ്റെ ജുസ്ഇയ്യാത്തിൽപ്പെട്ട, ഫിഖ്ഹിൻ്റെ അഹ്കാമുകളിൽപ്പെട്ട ഒരു ഹുക്കുമിൻ്റെ നേർക്ക് നേരെ ഉള്ള ഏതാണ് അതിൻ്റെ തെളിവാണത്. ആ ഒരു ആയത്ത് അല്ലെങ്കിൽ ആ ഒരു തെളിവ് എന്ന നിലക്കല്ല ഏതിലുണ്ടാവുക ചർച്ച, ഉസൂൽ ഫിഖ്ഹിൽ ചർച്ച ഉണ്ടാവുക. ഉസൂൽ ഫിഖ്ഹിൻ്റെ ചർച്ച എന്താണ്? ഫിഖ്ഹിനുള്ള മാർഗങ്ങൾ തന്നെയാണത്. പക്ഷെ അതെങ്ങനെയാണ്? ഇജ്മാൽ എന്ന നിലക്ക് ഇന്ന വിഷയത്തിന് ഇന്ന തെളിവുകൾ എന്നതല്ല ഫിഖ്ഹിലെ ചർച്ച, അല്ല ഉസൂലിലെ ചർച്ച. അത് ഫിഖ്ഹിലാണ് ചർച്ച ചെയ്യുക. ഒരു വിഷയത്തിന് ഇപ്പോൾ നേരെ നസ്സ് വന്നിട്ടില്ല, അപ്പോൾ അതിൻ്റെ തെളിവെന്താണ്? ആ മസലിൻ്റെ തെളിവെന്താണ്? ആ മസലിൻ്റെ തെളിവ് ഇന്ന മസലയോടുള്ള ഖിയാസാണ്. അതെവിടെ ഉണ്ടാവുക? അത് ഉസൂൽ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ ആ ചർച്ച ഉണ്ടാവില്ല. അത് ഫിഖ്ഹിൻ്റെ കിതാബുകൾ നോക്കണം. അത് ആ മസലയിലേക്കുള്ള വഴിയാണ്. അതേ സ്ഥാനത്ത് മൊത്തത്തിൽ ഫിഖ്ഹിലേക്കുള്ള മാർഗം മൊത്തമായ തരത്തിൽ ഇന്നത് എന്ന് പ്രത്യേകം തഅയീൻ ചെയ്യാത്ത തരത്തിൽ ഉള്ളത് തെളിവിനാണെന്ന് പറയുക ഉസൂൽ ഫിഖ്ഹ് എന്ന് പറയുക. തുറുഖുഹു ഫിഖ്ഹിൻ്റെ ത്വരീഖുകളാണ്. അതിലേക്ക് ഫിഖ്ഹിനവർക്ക് ആ വഴിയിലൂടെ പോയാൽ ഫിഖ്ഹിലേക്ക് എത്തിപ്പെടാൻ അതിന് കഴിയുന്നവർക്ക് സാധിക്കും. എങ്ങനെ? തരത്തിൽ അലാ സബീലിൽ ഇജ്മാൽ, ഇജ്മാൽ എന്ന നിലക്ക്, തഫ്സീൽ എന്ന നിലക്കല്ല, ഇന്നത് എന്ന് പ്രത്യേകം തഅയീൻ ചെയ്തുകൊണ്ടല്ല. അപ്പോൾ ഏതുപോലെ അലാ മുത്തലഖുൽ അംറിനെ സംബന്ധിച്ചുള്ള ചർച്ച, കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു കൽപ്പന വന്നാൽ അത് എന്തിൻ്റെ മേൽ അറിയിക്കും? ഇതാണ് ഉസൂൽ ഫിഖ്ഹിലെ ചർച്ച. ഒരു കാര്യം എപ്പോഴാണ് കൽപ്പനയാകുന്നത്, എന്താണ് ഈ കൽപ്പന എന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യും. എന്നല്ലാതെ അഖീമുസ്സലാത്ത എന്ന ഒരു പ്രത്യേകം ഇത് മുഅയ്യനായ ഒരു കൽപ്പനയെ സംബന്ധിച്ചാണോ ചർച്ച? അതില്ല. അത് ഉദാഹരണത്തിന് വേണ്ടി കൊണ്ടുവരികയാണ് ഇവിടെ. ഒരു കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യും? ചിലപ്പോൾ ഉദാഹരണമായി ഖൗലിഹി തആല അഖീമുസ്സലാത്ത എന്ന് പറയും. അതെന്തിനാണ് അവിടെ കൊണ്ടുവന്നത്? അത് നമസ്കാരത്തിൻ്റെ തെളിവായ അഖീമുസ്സലാത്തയാണ് ഇത് എന്ന നിലക്കല്ല അത് കൊണ്ടുവരുന്നത്. പിന്നെ കൽപ്പന എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഒരു കാര്യം കൽപ്പനയാകുന്നത് ഇപ്പോൾ ഇന്ന രൂപത്തിലാണ്. ഏതുപോലെ അതിനൊരു ഉദാഹരണമായിട്ടാണ് അഖീമുസ്സലാത്ത് അല്ലെങ്കിൽ ആതു സക്കാത്ത് അവിടെ കൊണ്ടുവരിക. പക്ഷെ അവിടെ ചർച്ച എന്താണ്? അമ്ര് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ചർച്ച. അങ്ങനെ ഒരു അമ്ര് വന്നാൽ, അതുപോലെ തന്നെ നെഹി എപ്പോഴാണ് ഒരു കാര്യം നെഹി ആകുന്നത്, എന്താണ് നെഹി എന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യും. ഇന്ന നെഹിയെ സംബന്ധിച്ചാണോ? അല്ല. അങ്ങനെ നെഹി വന്നാൽ അല്ലെങ്കിൽ അമ്ര് വന്നാൽ അത് എന്തിൻ്റെ മേലാണ് അസ്വലൻ അറിയിക്കുക? ഒരു കൽപ്പന വന്നാൽ അത് വുജൂബിൻ്റെ മേൽ അറിയിക്കും. എന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? വുജൂബിൻ്റെ മേൽ അറിയിക്കാതെ വരാം. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? അതെപ്പോഴാണ്? അതൊക്കെയാണ് അവിടെ ചർച്ച ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. അത് റസൂലുള്ളാഹി തങ്ങളുടെ വാക്ക് എന്ന നിലക്ക്, ഹദീസ് എന്ന നിലക്ക് ചർച്ച ചെയ്യും. എന്നാൽ അത് ഇന്ന ഹദീസിനെ സംബന്ധിച്ച് അവിടെ ചർച്ച ഉണ്ടാവില്ല. അത് ഫിഖ്ഹിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ തങ്ങളുടെ പ്രവൃത്തി അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തതോ പറഞ്ഞതോ റസൂലുള്ളാഹി അംഗീകരിച്ചു, അത് തെളിവാകുന്നത് എങ്ങനെ രൂപത്തിലാണ് തെളിവാവുക എന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രവൃത്തി വന്നാൽ പ്രവൃത്തി എന്തിനെ മേൽ അറിയിക്കും? ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, കൽപ്പന വന്നാൽ കൽപ്പന അസ്വലൻ അത് എന്തിൻ്റെ മേലെ അറിയിക്കുക? വുജൂബിൻ്റെ മേലെ. അപ്പോൾ റസൂലുള്ള ഒരു കാര്യം കൽപ്പിച്ചു, അവ കാര്യം വാജിബാന്ന് അറിയിക്കും അസ്വലൻ. മറ്റ് കാരണങ്ങളെ കൊണ്ട് അത് വുജൂബിനെ തൊട്ട് തിരിച്ച് സുന്നത്തിലേക്കോ മറ്റോ ഇബാഹത്തിലേക്കോ തിരിച്ചു വിടാൻ കാരണമില്ലെങ്കിൽ അസ്വലൻ അത് എന്തിൻ്റെ മേലെ അറിയിക്കും? വുജൂബിൻ്റെ മേലെ അറിയിക്കും. എന്നാൽ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്താൽ അത് എന്തിൻ്റെ മേലെ അറിയിക്കുമെന്ന ചർച്ച, വുജൂബിൻ്റെ മേലാണോ അതല്ല ഇബാഹത്തിൻ്റെ മേലാണോ? അങ്ങനെയുള്ള ചർച്ചയാണ് എവിടെ ഉണ്ടാവുക? ഉസൂൽ ഫിഖ്ഹിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇജ്മാ തെളിവാണോ? ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് ഒരു കാര്യം ഇജ്മാ ആയി മാറുന്നത്? ഇപ്പോൾ ഒരു മസല പറയുമ്പോൾ ആ മസല അങ്ങനെയാണുള്ളത് ഇജ്മാഅൻ, അത് ഇജ്മാഅൻ അങ്ങനെയാണ്. ആ ചർച്ചയല്ല ഉസൂലിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഖിയാസിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഒരു വിഷയത്തിനെ മറ്റൊരു വിഷയത്തോട് താരതമ്യം കണ്ടെത്തണം. അതിന് വേണമെങ്കിൽ എന്ത് വേണം? അസ്ലൻ വന്നിട്ടുള്ള നസ്സായി വന്നിട്ടുള്ള മസലയുടെ ഇല്ലത്ത് കണ്ടെത്തണം. ആ ഇല്ലത്ത് കണ്ടെത്തി അത് തന്നെയാണ് അതിൻ്റെ ഇല്ലത്തെന്ന് ഉറപ്പുവരുത്തണം. മറ്റ് ഇല്ലത്തുകൾ അതൊന്നുമല്ല എന്നെന്താക്കണം? ഉറപ്പുവരുത്തണം. അതിനൊക്കെ ഇങ്ങനെ തൻകീഹുൽ മനാത്ത്, തഹ്ഖീഖുൽ മനാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വിശദമായ ചർച്ചകളുണ്ട്.
അങ്ങനെയുള്ള ആ വഴികളിലൂടെ ഖിയാസ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, അത് ഇന്ന രൂപത്തിലായിരിക്കണം അത് പ്രയോഗിക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങിയുള്ള അസ്ല് ഖിയാസിനെ സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും എന്നുണ്ടാവുക, അതിലൊക്കെ ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏത് അഖീമുസ്സലാത്ത പോലെ അതൊരു കൽപ്പന എന്ന നിലക്ക് അവിടെ ചർച്ച വരും. അതുപോലെ തന്നെ വലാ തഖ്റബു സിന, സിന അല്ലാഹു തആല വിരോധിച്ചു. അത് വലാ തഖ്റബു സിന എന്ന് പറഞ്ഞ ഒരു ഖാസ് വിഷയത്തെ സംബന്ധിച്ചല്ല, ഒരു വിരോധനയാണ് എന്ന നിലക്ക് എന്താവും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബന്റെ ഉള്ളിൽ കയറി നമസ്കരിച്ചു. ഇതൊരു പ്രവൃത്തിയാണ്. അതെന്തിനു മേലാണ് അറിയിക്കുക? അങ്ങനെയുള്ള ചർച്ചകളാണ് അവിടെ വരിക. അതുപോലെ തന്നെ ഖിയാസിന്റെ വിഷയത്തിൽ നമ്മൾ ചില ഉദാഹരണങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ. കള്ളിനോട് എന്ത് ചെയ്തു, മറ്റുള്ളതിനെ ഖിയാസാക്കുന്നത് പോലെ അഹ്കാമുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ചർച്ചയാണ്. അപ്പോൾ അതാണ് ഇജ്മാലിയാണ്. ഇന്നത് ഇന്നത് എന്ന് നൽകി ഖാസായ ഓരോ ജുസ്ഇയ്യാത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാവുകയില്ല. മൊത്തത്തിൽ ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്ത്, ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്ത്, ഫിഅലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത്, എങ്ങനെ എന്ന ചർച്ചയായിരിക്കും. അതൊക്കെ ഫിഖ്ഹിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഫിഖ്ഹിലേക്കുള്ള മാർഗങ്ങളാണ് അതൊക്കെ. ഖിയാസ് എന്തിനാണ്? ഫിഖ്ഹിലേക്ക് ഉള്ള മാർഗമാണ്. ഹദീസ് എന്തിനാണ്? അത് ഫിഖ് നിലക്ക് അത് ഫിഖ്ഹിലേക്കുള്ള മാർഗമാണ്. ഹദീസ് കൊണ്ട് പലതും കിട്ടും. അതുപോലെ തന്നെ ഫിഖ്ഹിലേക്കുള്ള ഒരു മാർഗമാണ്. ഇജ്മാ ഫിഖ്ഹിലേക്കുള്ള മാർഗമാണ്. ആ നിലക്ക് ഫിഖ്ഹിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിഷയങ്ങൾ, അടിസ്ഥാനങ്ങൾ എന്ന നിലക്ക് മൊത്തത്തിലുള്ള ചർച്ചയാണ് ഇവിടെ ഉണ്ടാവുക. ഫിഖ്ഹിലേക്ക് ഉസൂൽ ഫിഖ്ഹിൽ ഉണ്ടായിരിക്കുക. അത് മാത്രമല്ല വകൈഫിയത്തുൽ ഇസ്തിദ്ലാലി ബിഹാ, ഈ ത്വരീഖുകൾ ഉസൂലുൽ ഫിഖ്ഹിലെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഉസൂലുകൾ അഥവാ ഈ മാനദണ്ഡങ്ങൾ, അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം. കൈഫിയത്തുൽ ഇസ്തിഫാദത്തി ബിഹ എന്ന് കാണാം, കൈഫിയത്തുൽ ഇസ്തിദ്ലാലി ബിഹ. ഈ ദലീലുകളെ കൊണ്ട് എങ്ങനെ എന്ത് ചെയ്യണം, ഈ ത്വരീഖുകളെ കൊണ്ട് എങ്ങനെ ഇസ്തിദ്ലാൽ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു കൽപ്പന വന്നു. ആ കൽപ്പന അസ്ലൻ അതേതാണ്? ഉജൂബിനാണ്. ആ കൽപ്പന പ്രത്യേക ഉപാധികളോട് കൂടെയല്ല അവിടെ വന്നിട്ടുള്ളത്, മുത്തലക്കായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്കിൽ അതിൻ്റെ പരിധിയിൽ വരുന്ന എന്തും അതിൽ കടക്കും. ഇന്ന ഉപാധിയൊന്നുമില്ല. ഇന്ന രൂപത്തിൽ വേണമെങ്കിൽ ഒരു തഖീദ് ചെയ്തുകൊണ്ട്, ഒരു കൈത് കൊടുത്തുകൊണ്ട് അല്ല ആ കൽപ്പന വന്നിട്ടുള്ളത് എങ്കിൽ എന്തായി, അതിൻ്റെ പരിധിയിൽ കടക്കാവുന്നതൊക്കെ അതിൽ പെട്ടു. അതേ സ്ഥാനത്ത് ചിലതിനേക്കാൾ മുന്തിക്കേണ്ടി വരാം. ഒരു വിഷയത്തിൽ രണ്ട് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന് മുത്തലക്കായ കൽപ്പന വന്നു, മറ്റൊന്ന് മുഖയ്യതായ രൂപത്തിൽ കൽപ്പന വന്നു. ഇതിനെന്നെ സംബന്ധിച്ച് തന്നെ, ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെ ഒരു മുഖയ്യതായ ഖൈദ് ഉപാധിയോട് കൂടെയുള്ള കൽപ്പനയും വന്നു. എന്നാൽ ഇവിടെ ഏതിനെ മുന്തിക്കണം? ഉദാഹരണമായിട്ട് പറയുകയാണെന്ന്, 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി ഒരു കൽപ്പന വന്നു. എല്ലാവരും 2 റക്അത്ത് നമസ്കരിക്കണം. ഈ കൽപ്പനയ്ക്ക് ഏതില്ല, പ്രത്യേക ഉപാധിയൊന്നുമില്ല. 2 റക്അത്താണ് നമസ്കരിച്ചാൽ മതി. അത് എപ്പോൾ ചെയ്തു, എവിടെ വെച്ച് ചെയ്തു, എത്രത്തോളം നീട്ടി ചുരുക്കി, ഇതൊന്നും അവിടെ ബാധകമല്ല. 2 റക്അത്ത് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പന വന്നാൽ 2 റക്അത്ത് നമസ്കരിക്കുക. അത് ഏത് രൂപത്തിൽ ചെയ്താലും അതേതാണ്, ആ നമസ്കാരത്തിൻ്റെ പരിധിയിൽ, ആ കൽപ്പനയുടെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ അതേ വിഷയം തന്നെ മറ്റൊരു കൽപ്പന വേറൊരു റിപ്പോർട്ടിൽ വരുന്നു, 2 റക്അത്ത് പള്ളിയിൽ വെച്ച് നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പം എന്തായി, കൽപ്പനയ്ക്ക് ഒരു ഉപാധിയുമായി. ഇവിടെ ഒരു കൽപ്പനയിൽ 2 റക്അത്ത് നമസ്കരിക്കണമെന്നാണ്. അത് എവിടെ വെച്ച് നിസ്കരിച്ചാലും ആ കൽപ്പന വഴിപ്പെടലായി. അതേ സ്ഥാനത്ത് മറ്റൊരു റിപ്പോർട്ടിൽ പള്ളിയിൽ വെച്ച് നമസ്കരിക്കണം എന്നാണ് ആ കൽപ്പന എന്ന് പറയുമ്പോൾ എന്ന് വരുമ്പോഴെന്തായി, ഇതൊരു മുഖയ്യതായ അമ്രാണ്, മറ്റത് മുത്തലക്കായ അമ്രാണ്. മുത്തലക്കിനെ മുഖയ്യതിൻ്റെ മേൽ ഹംല് ചെയ്യണം എന്ന് വെച്ചാൽ, അവിടെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ ആ വിഷയത്തിൽ തന്നെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കണം എന്നാണ് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് വരുമ്പോൾ, ഇതിനെ കൊണ്ട് എന്താക്കണം, മറ്റേതിനെ മനസ്സിലാക്കണം. അഥവാ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെയും ഉദ്ദേശം ഏത് തന്നെയാണ്, പള്ളിയിൽ വെച്ച് നമസ്കരിക്കണമെന്ന് തന്നെയാണ് എന്ന് ഇതുകൊണ്ട് ഇത് അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ രണ്ടും ഏതാണ്, കൽപ്പനകളാണ്. രണ്ടും ഏതാണ്, തെളിവുകളാണ്. അതേ സ്ഥാനത്ത് ഇതിനെ ഒന്നൊന്നിനേക്കാൾ മുൻഗണന നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒന്നൊന്നുകൊണ്ട് വിശദീകരിക്കേണ്ടതുണ്ട്, അതിൽ ഒന്നൊന്നിനോട് ചേർത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ തുടങ്ങി ഇത് രണ്ടും കൽപ്പനകളാണെങ്കിലും ആ കൽപ്പനകളെ കൊണ്ട് എങ്ങനെയാണ് ഇസ്തിദ്ലാൽ ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള ആ വിഷയം, അതിൻ്റെ രൂപം എങ്ങനെ എന്നതും കൂടി അവിടെ ചർച്ച ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ മുത്തലക്കിനെ മുഖയ്യദിൻ്റെ മേൽ ഹംല് ചെയ്യണം.
ആമിന് മുഖസ്സിസ് വരാം. ഒരു ഉമൂമ് വന്നാൽ ആ ഉമൂമിന് ഏത് വരാം? മുഖസ്സിസാത്തുകൾ വരാം, തഖ്സീസാത്തുകൾ വരാം. എന്തൊക്കെയാണ് തഖ്സീസാത്തുകൾ? ആ തഖ്സീസ് വന്നാൽ എങ്ങനെയൊക്കെയാണ് വരിക? ഉമൂം എത്രത്തോളം അതിൽ നിന്ന് കുറഞ്ഞു പോകും? ഒരു വിഷയം വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് വന്നിട്ടുള്ളത്. അത് കൽപ്പനയായിക്കൊള്ളുന്നില്ല, വിശാലമായ അർത്ഥമുള്ള ഒരു വാക്കാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ചിലതിനെ ഒഴിവാക്കുന്ന തരത്തിലുള്ള ഏതുണ്ട് മറ്റു ചില തെളിവുകളും വന്നിട്ടുണ്ട്. എന്നാൽ ആ ഉമൂമിന്റെ വിശാലതയുടെ പരിധിയിൽ കടക്കുന്നതിൽ നിന്ന് ചിലതിനെ എന്ത് ചെയ്ത് ഒഴിവാക്കിയിട്ട്, ഇപ്പോൾ ഒരു ഇസ്തിസ്ന വന്നു, ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു, ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു വിഷയം വരികയോ ചെയ്തു. ആ വന്നതിൻ്റെ പരിധിയിൽ ധാരാളം വിഷയങ്ങൾ ഉണ്ടാവാം, ഏത് രൂപം ഉൾപ്പെടാം. അതിൽ നിന്ന് ഇന്നതൊഴികെ എന്ന് പറഞ്ഞാലോ, അപ്പോൾ അതൊരു മുഖസ്സിസാണ്. ഇങ്ങനെ മുഖസ്സിസ് വരുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടത് എങ്ങനെ, ഏതൊക്കെയാണ് മുഖസ്സിസായിട്ട് വരിക എന്നിങ്ങനെയുള്ള ചർച്ചകളും എവിടെ ഉണ്ടായിരിക്കും? ഉസൂൽ ഫിഖ്ഹിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ത്വരീഖ്, ഫിഖ്ഹിൻ്റെ ത്വരീഖാണ്, അതിനുള്ള മാർഗങ്ങളാണ് ഫിഖ്ഹ്, ഉസൂൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ആ ത്വരീഖുകളെ എങ്ങനെയാണ് ഇസ്തിഫാദത്ത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതുകൊണ്ട് ഇസ്തിദ്ലാൽ ചെയ്യേണ്ടത് എന്ന ചർച്ചയും എവിടെ ഉണ്ടായിരിക്കും? ഉസൂൽ ഫിഖ്ഹിൽ ഉണ്ടായിരിക്കും. ഈ ചർച്ച വരുമ്പോൾ സ്വാഭാവികമായും ആരാണ് ഇത് ചെയ്യേണ്ടത് എന്ന ഒരു വിഷയവും അവിടെ വരും. ഇതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ലല്ലോ, ഇതൊക്കെ മനസ്സിലാക്കി പറയല്, ഈ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇതിന് യോഗ്യനായ ആൾ ആരാണ് എന്ന് വെച്ചാൽ, ഒരു മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം, അയാൾക്കുള്ള യോഗ്യതകൾ എന്തൊക്കെയായിരിക്കണം എന്നിങ്ങനെയുള്ള ചർച്ചയും. അപ്പോൾ ഉസൂലുൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിൻ്റെ തെളിവുകൾ, മാർഗങ്ങൾ, അലാ ത്വരീഖിൽ ഇജ്മാൽ അല്ലെങ്കിൽ അലാ സബീലിൽ ഇജ്മാൽ. അതുപോലെ തന്നെ വകൈഫിയത്തുൽ ഇസ്തിദ്ലാൽ ബിഹ, ആ ത്വരീഖുകളെ കൊണ്ട് എങ്ങനെയാണ് ഇത് എന്താക്കേണ്ടത്, തെളിവാക്കി ഉപയോഗപ്പെടുത്തേണ്ടത്, ചിലതിനേക്കാൾ മുന്തിക്കുകയോ ചിലതുകൊണ്ട് തിരുത്തുകയോ ചെയ്യുന്ന രൂപങ്ങൾ എങ്ങനെയാണ്, പിന്നെ അത് ചെയ്യേണ്ടുന്ന ആൾ ആരാണ് എന്നതും കൂടി എന്ത് ചെയ്യും? ആ ഫിഖ്ഹിൻ്റെ ചർച്ചയിൽ വരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, പഴയ കാലത്തുള്ള ഹദീസിൻ്റെ ഉലമാക്കൾ, വളരെ പ്രധാനികളായ വലിയ വലിയ ഉലമാക്കൾ അക്കാലത്തുള്ള ഫുഖഹായിനോട് പറയുന്ന വർത്തമാനങ്ങളിൽ പെട്ടതാണ് നഹ്നു സ്വയാദിലത്തു അൻതുമുൽ അത്തിബ്ബ എന്ന്. അന്ന് അക്കാലത്ത് അറിയപ്പെട്ട വലിയ ഫുഖഹായിനോട് അക്കാലത്തുള്ള ഹദീസിൻ്റെ ഉലമാക്കൾ, നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ഹദീസിൻ്റെ ഉലമാക്കളുടെ സ്ഥിതിഗതികളും ഷാഫി ഇമാം അവർക്ക് ഉസൂലുകൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെന്താണ് അവരാ പറഞ്ഞത്? ഞങ്ങൾ സ്വയാദിലത്താണ്. ആ ഹദീസിൻ്റെ ഉലമാക്കൾ അത് റിപ്പോർട്ട് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും അത് അതിൻ്റെ യോഗ്യരായ ആളുകളിൽ നിന്ന് കേൾക്കുക, പഠിക്കുക, എന്നിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കുക. ഹദീസിൻ്റെ റിപ്പോർട്ടർമാരും അതിൻ്റെ റിപ്പോർട്ടർമാരുടെ നിലവാരം പരിശോധിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഹദീസിൻ്റെ ഉലമാക്കൾ. അവർ പറയാണ് ആരോട്? ഫുഖഹായിനോട് പറയാൻ, ഞങ്ങൾ ആരാണ്? സ്വയാദിലത്താണ്, മരുന്ന് കച്ചവടക്കാരാണ്. സ്വൈദലിയ എന്ന് പറഞ്ഞാൽ എന്താ? മരുന്ന് ഷോപ്പ്. അപ്പോൾ സ്വൈദലി എന്ന് പറഞ്ഞാൽ ആരാ? മരുന്ന് വിൽക്കുന്ന ആൾ, ഫാർമസിസ്റ്റ്, അല്ലെങ്കിൽ മരുന്ന് ഷോപ്പിൽ നിൽക്കുന്നയാൾ, അവിടെ മരുന്ന് വിതരണം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നയാൾ. വഅൻതുമുൽ അത്തിബ്ബ, ഫുഖഹാക്കൾ ആരാണ്? ഡോക്ടർമാരാണ്. എന്ന് പറഞ്ഞാൽ എന്താ? മരുന്ന് നിറയെ ഇവിടെ അങ്ങനെ ഷെൽഫിൽ ഇരിക്കുന്നുണ്ട്, നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ മരുന്ന് ഇയാൾക്ക് സ്വതന്ത്രമായി, ഈ ഇവിടെയുള്ള സ്വൈദലിയായിട്ടുള്ള ആൾക്ക് സ്വതന്ത്രമായിട്ട് വരുന്നവർക്ക് അങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റുമോ? അതില്ല. അത് ആർക്ക് കൊടുക്കണം, എത്ര കണ്ടു കൊടുക്കണം, എങ്ങനെ അതിനെ ഉപയോഗിക്കാൻ വേണ്ടി നിർദ്ദേശിക്കണം, ഇതാരാ പറയേണ്ടത്? ഡോക്ടർമാരാ പറയേണ്ടത്. ഇവരുടെ പണി എന്താണ്? ആ പറയുന്നതിനനുസരിച്ച് ഇതിനെന്താക്കുക, വിതരണം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ മരുന്നൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇതാണ് ഹദീസിൻ്റെ ഉലമാക്കൾ അവർ ഫുഖഹാവിനോട് പറയേണ്ടതാണ്. എന്ന് വെച്ചാൽ ഈ ഫിഖ്ഹ് വരുന്നതൊക്കെ ഏതാണ്? പ്രധാനമായും ഏതിൽ നിന്ന്? ഈ അഹാദീസുകളിൽ നിന്ന് തന്നെയാണ്. ഈ അഹാദീസുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇത് എങ്ങനെ പ്രയോഗവൽക്കരിക്കണം, ഇതിൽ നിന്ന് എങ്ങനെ അഹ്കാമുകൾ കണ്ടെത്തണം, ഇതിൽ നിന്ന് എങ്ങനെയാണ് ഓരോരുത്തരുടെയും അഹ്വാലുകൾക്കനുസരിച്ച് അതിനെ വിതരണം ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്, അത് ആരാ പറയാ? ഫുഖഹാണ് പറയേണ്ടത്. ഇന്ന ഹദീസ് ഇന്നതാണ് അതിൻ്റെ ഉദ്ദേശം, അത് ഇന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം എന്ന് അതിൻ്റെ വിശദമായ അതിൻ്റെ പ്രയോഗ രൂപം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് കണ്ടെത്തേണ്ടവരാരാണ്? ഫുഖഹാണ്. അതിപ്പോൾ വലിയ വലിയ ആളുകൾ ചരിത്രത്തിലൊക്കെ കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട സുലൈമാനുൽ അഅമശ്, ബുഖാരിയിലൊക്കെ നിറഞ്ഞു കിടക്കുന്ന റിപ്പോർട്ടർമാരിൽപ്പെട്ട ഒരാളാണ് സുലൈമാനുൽ അഅമശ്. വലിയ പണ്ഡിതന്മാർ, ഹദീസിൻ്റെ ഉലമാക്കളിൽ വളരെ പ്രധാനികളായിട്ടുള്ളവരൊക്കെ സുലൈമാനുൽ അഅമശ് എന്നവരുടെ ശിഷ്യന്മാരാണ്. അതിപ്പോൾ വലിയ ചരിത്രം താരീഖൊക്കെ നോക്കി നമ്മൾ അത്ഭുതപ്പെട്ടു. അങ്ങനത്തെ മനുഷ്യന്മാരാണ്. സുലൈമാനുൽ അഅമശ് എന്നവർ പറയുകയാണെന്ന്,
സുലൈമാൻ അൽ അമഷ് എന്നവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ് ആര്? അബൂ യൂസുഫ് എന്നവർ. ഹനഫി മദ്ഹബിലെ അബൂ ഹനീഫ് ഇമാമിൻ്റെ ശിഷ്യനും കൂട്ടുകാരനുമായ അബൂ യൂസുഫ് എന്നവർ വലിയ ഫഖീഹാണ്. അബൂ യൂസുഫ് എന്നവരോട് സുലൈമാനുൽ അമഷ് എന്ന് പറയുന്ന ഹദീസിൻ്റെ ഉലമാക്കളിലെ അതിപ്രധാനിയായ ആളാണ്. അവരൊരു മസല ചോദിച്ചു അബൂ യൂസുഫിനോട്. അബൂ യൂസുഫ് എന്ത് ചെയ്തു? അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉസ്താദായ സുലൈമാനുൽ അമഷ് എന്ത് ചെയ്തു? ചോദിച്ചു, ഇതെവിടെ നിന്നാണ് നിങ്ങൾ പറഞ്ഞത്? ഇതിൻ്റെ ഏത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ മസല കണ്ടെത്തി പറഞ്ഞത് എന്ന് ചോദിച്ചു. ഇതിൻ്റെ ഹുക്കം എങ്ങനെ നിങ്ങൾക്ക് കിട്ടി? അപ്പോൾ പറഞ്ഞില്ലേ, ഹദീസി കല്ലത്തി ഹദ്ദസ്തനാബിഹി, അത് നിങ്ങൾ നാളെ മുന്നൊരുക്ക് എനിക്ക് പഠിപ്പിച്ചെന്ന ഹദീസാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഹദീസ് കണ്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ സുലൈമാനുൽ അമഷ് അബൂ യൂസുഫ് എന്നവരോട് പറഞ്ഞു എന്നു, യാ അബാ യാക്കൂബ് ഇന്നി ലാ അഹ്ഫളു ഹാദൽ ഹദീസ ഖബ്ല അൻ യജ്തമിഅ അബവാക് വമാ അറഫ്തു തഅ്വീലഹു ഹത്തൽ ആൻ എന്ന് പറഞ്ഞു. ഈ ഹദീസ് എനിക്ക് കൊല്ലങ്ങളായി മനഃപ്പാടമുള്ള ഹദീസാണ് സുലൈമാനുൽ അമഷിന്. എപ്പോൾ? ഖബ്ല അൻ യജ്തമിഅ അബവാക, നിങ്ങളുടെ ഉമ്മയും വാപ്പയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, അബൂ യൂസുഫിൻ്റെ ഉമ്മയും വാപ്പയും കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ തനിക്ക് ഈ ഹദീസ് അറിയും. പക്ഷേ വമാ അറഫ്തു തഅ്വീലഹു ഹത്തൽ ആൻ, ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യാഖ്യാനം എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കണ്ടോ? അപ്പോൾ ഹദീസ് കുറേ ഹദീസിൻ്റെ ഉലമാക്കളിൽ വലിയ മഹാപർവ്വതങ്ങളൊക്കെയും ഈ അമഷിൻ്റെ ശിഷ്യന്മാരാണ്. വളരെ പ്രധാനപ്പെട്ടയാളാണ്. ആ നിലക്ക് ഹദീസുകൾ മനഃപ്പാടമുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ്, റിപ്പോർട്ടർമാരിൽപ്പെട്ട ഒരാളാണ്. ബുഖാരിയിലൊക്കെ ധാരാളം കാണാൻ കഴിയുന്ന പേരാണ്. പക്ഷേ അതിന് അതിൻ്റെതായ ഏതുണ്ട്? വ്യാഖ്യാനങ്ങളും അത് ഓരോന്നും പ്രയോഗിക്കേണ്ടുന്ന വഴികളും അതിൻ്റെ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ത്വരീഖുകൾ, അതിൻ്റെ യഥാർത്ഥത്തിൽ ഈ ഉസൂലിനെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കി എടുക്കേണ്ടുന്ന മാനകളുണ്ട്. അത് ആർക്കാ തിരിയുക? അത് ഫുഖഹായിനാണ്. അതാണ് ആ പറഞ്ഞത്. അപ്പോൾ ഹദീസ് പഠിച്ചു, കുറച്ച് ഹദീസും പരിഭാഷയൊക്കെ കണ്ട് വായിച്ചു, ഇനിയിപ്പോൾ എനിക്ക് മുഫ്തിയാവാം, ഇനി എനിക്ക് ഫുഖഹാവിനും മദ്ഹബിനൊന്നും അംഗീകരിക്കേണ്ട ആവശ്യമില്ല, ഞാനിപ്പോൾ വലിയ ഹദീസ് പണ്ഡിതനാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇവനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ജഹ്ല് മുറക്കബ് എന്നാ പറയാം. വിവരമല്ല എന്നുള്ള വിവരമല്ല. കണ്ടില്ലേ? വലിയ വലിയ ഹദീസിൻ്റെ ഉലമാക്കളാണ് ഈ പറയുന്നത്. മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ, അതായത് അബൂ ഹനീഫ് ഇമാമിൻ്റെ ശിഷ്യനും കൂട്ടുകാരനുമാണ് അബൂ യൂസുഫ്. അബൂ യൂസുഫിനോട് പറയാണ്, ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. ഇതാണ് നല്ല നമ്മൾ വിശദീകരിച്ചല്ലോ. അഹ്മദ് ഇമാം പറഞ്ഞു, വമാ കാന അസ്ഹാബുൽ ഹദീസ് യഅരിഫൂന മആനി ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ജാഅ ശാഫിഈ ഫബയ്യനഹാ ലഹും. ഹദീസിൻ്റെ ഉലമാക്കൾക്ക് ഹദീസിൻ്റെ മാനകൾ, ഏത് മാനയാണ് പറയുന്നത്? ഹദീസിൻ്റെ നേരെ വാക്കിൻ്റെ പരിഭാഷ എന്നല്ല, അതൊക്കെ അവർക്കൊക്കെ തരും, എല്ലാവർക്കും തരും, അതല്ല പറയണത്. ഇതിനെ നേരത്തെ ഈ പറഞ്ഞ ഉസൂലിൽ നിന്നുകൊണ്ടുള്ള അതിൻ്റെ യഥാർത്ഥത്തിൽ ഒരു തിരിച്ചറിവുണ്ട്. അതിൻ്റെ ആശയങ്ങൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ, മരുന്ന് എന്താണ്, അതിൻ്റെ ഡോസ് എത്രയാണ്, അത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നിങ്ങനെയുള്ള തിരിച്ചറിവ് ഡോക്ടർമാർക്കുണ്ടാകുന്നത് പോലെ ഈ മരുന്നുകൾ, ഈ ഹാദിസുകൾ, ഈ തെളിവുകൾ എങ്ങനെ, ഏത് രൂപത്തിൽ, എത്ര കണ്ട് എന്നിങ്ങനെ പ്രയോഗിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ്, അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഫിഖ്ഹ്, അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഏത് മാന. അതാണ് അഹ്മദ് ഇമാമ പറഞ്ഞത്. അത് പണ്ഡിതന്മാർക്ക്, ഹദീസിൻ്റെ ഉലമാക്കൾക്ക് ഷാഫി ഇമാമ പഠിപ്പിച്ചു കൊടുത്തു. അഥവാ ഷാഫി ഇമാമാണ് എന്ത് ചെയ്തത്? ഈ ഉസൂൽ ഫിഖ്ഹ് എങ്ങനെ കൈകാര്യം ചെയ്യണം, എന്താണ് ഉസൂൽ ഫിഖ്ഹ് എന്ന് ജനങ്ങൾക്ക് ഗ്രന്ഥരചന നടത്തിയും മറ്റും ദർസ് നടത്തിയും എന്താക്കിയത് പഠിപ്പിച്ചു കൊടുത്തത്. മറ്റുള്ള ഉലമാക്കളൊക്കെയും അതിന് മുമ്പുള്ള മുജ്തഹിദീങ്ങളായ ഉലമാക്കളൊക്കെയും ഈ പറഞ്ഞ രൂപത്തിൽ ഈ ഉസൂലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മസലകൾ കണ്ടെത്തിയത്. പക്ഷേ അവരാരും അതിനുള്ള ഗ്രന്ഥരചന നടത്തിയിട്ടില്ല. അത് നടത്തിയതും അത് ദർസിലിരുന്നു കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തതും ബഹുമാനപ്പെട്ട ഷാഫി ഇമാമാണ്. അത് ആദ്യമായി ഉസൂൽ ഫിഖ്ഹിൽ ഗ്രന്ഥരചന നടത്തിയത് ഷാഫി ഇമാമാണെന്ന് ഇമാം ബൈഹഖി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം നവവി ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം സർക്കശി ബഹറുൽ മുഹൈത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള പല പണ്ഡിതന്മാരും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാഫി ഇമാമാണ് അത് എന്താക്കിയത് പഠിപ്പിച്ചു കൊടുത്തത്. ഇതാണ് ഈ മാന എന്നീ പറയുന്നത്. ഇതാണ് ഹദീസിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം, ഉദ്ദേശം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്തെന്ന്, നല്ലറുല്ലാഹു ഇംറാൻ സമിഅ മിന്ന ഹദീസൻ ഫഹഫിളഹു. ഒരു ഹദീസിനെ നമ്മിൽ നിന്ന് കേൾക്കുകയും അതിനെ അയാൾ ശരിക്കും മനസ്സിലാക്കി ഹിഫ്ളാക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ മറ്റൊരാൾക്ക് കൈമാറി കൊടുത്തു. അങ്ങനത്തെ ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു? ഫറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു വറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ലൈസ ബിഫഖിഹിൻ. എത്ര ഫിഖ്ഹിനെ വഹിക്കുന്ന ആളാണ്, ഹിഫ്ളുള്ള ആളാണ്,
പക്ഷെ അവൻ ആരല്ല, ഫക്കീഹല്ല, അതിനതിൻ്റെ മാന മനസ്സിലാക്കിയെടുക്കാൻ അയാൾക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ ഇയാൾ മറ്റൊരാൾക്ക് അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ചുരുളുകളിൽ നിന്ന് അതിൻ്റെ മാനകളെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളുണ്ടായിരിക്കും. അതാണ് ആമഷ് എന്നവർ പറഞ്ഞത്, ഈ ഹദീസ് എനിക്ക് ഇത്ര കൊല്ലങ്ങളായിട്ട് അറിയാം, ഇതിൻ്റെ ഉദ്ദേശം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും ഹദീസ് പഠിക്കുന്നതും അതിന് വേണ്ടിയാണ്. എത്ര ഹദീസ് പണ്ഡിതനായാലും ശരി, ആ ഉലമാക്കൽ ഫുഖഹാ മദ്ഹബിൻ്റെ അയിമ്മത്ത് ഫുഖഹാ, ശരിയായ ഫുഖഹാ, അവർ പറയുന്നതാണ് അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. അതായിരിക്കും ദീൻ. അതിന് വേണ്ടിയാണ് ഏത് ചെയ്യുന്നത്, നമ്മൾ ഹദീസുകൾ പഠിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.